അതെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണ്. UDF 5 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചു നിൽക്കുന്നതെങ്കിലും കൂത്തുപറമ്പിലും അഴീക്കോടും നമുക്കറിയാം വളരെ ചുരുങ്ങിയ 1000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിധിയെഴുത്തിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത് അത് പയ്യന്നൂരിലാണ്. തളിപ്പറമ്പ് പോലും അവിടെ 2ാം സ്ഥാനത്താണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയം, ആ വിഷയത്തിൽ CPM അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. വാദിയെ പ്രതിയാക്കി പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചു. എല്ലാ വിഷയങ്ങളിലും CPMന്റെ സമീപനം അതായിരുന്നു. ഇപ്പൊ ഏത് കാര്യത്തിനും മെറിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മെറിറ്റിന്റെ അർത്ഥം എന്താണ്? യോഗ്യത. ഒരു കേസാണെങ്കിൽ അതിന്റെ മെറിറ്റ്, ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ മെറിറ്റ്, ഒരു പ്രശ്നത്തിലെ നിലപാടാണെങ്കിൽ അതിന്റെ മെറിറ്റ്. പയ്യന്നൂർ വിഷയത്തിന്റെ മെറിറ്റിനെ മറികടന്ന് പ്രതികളുടെ ഭാഗത്താണ് CPM നിലപാട് സ്വീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അത് തന്നെയാണ് അവർ നിലപാട് സ്വീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതികൾ, സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ച് ജയിലിൽ അയച്ച പ്രതികൾക്ക് പാർട്ടി എല്ലാ സംരക്ഷണ കവചവും ഒരുക്കുകയായിരുന്നു. അപ്പോൾ ഒരു വശത്ത് കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു, മറുവശത്ത് കളവും അങ്ങനെയുള്ള പണാപഹരണവും ചൂണ്ടിക്കാട്ടുന്ന യഥാർത്ഥ മാർക്സിസ്റ്റുകാരെ ക്രൂശിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനെതിരെ കുഞ്ഞികൃഷ്ണൻ ആ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും, കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറിയില്ല. ഇന്നത്തെ പത്രങ്ങളിൽ ഒരു ഫോട്ടോ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കടത്തിവിടുന്നത്. അദ്ദേഹം അത്രമാത്രത്തെ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. പക്ഷേ തിരിച്ചദ്ദേഹം വരുമ്പോൾ MLA ആയിട്ടാണ് വരുന്നത്. അതിന് ഞാൻ പയ്യന്നൂരിലെ വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർക്ക്, എന്നെ വിജയിപ്പിച്ച പേരാവൂരിലെ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനേക്കാൾ മുൻകൂട്ടി തന്നെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർ, കണ്ണൂർ ജില്ലയിൽ CPMന്റെ അക്രമ ഏകാധിപത്യ അഹങ്കാര രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പയ്യന്നൂരിൽ നിന്ന് CPM അണികളും അനുഭാവികളും അങ്ങനെ പ്രതികരിച്ചുവെങ്കിൽ ആ പ്രതികരണം ഇവിടെ അവസാനിക്കുന്നില്ല. അതിന് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് KPC ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കണ്ണൂരിലാകുമ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാം, അതിന് തുടർ ചലനങ്ങൾ ഉണ്ടാകും. CPM നേതൃത്വത്തിലും CPM അണികളിലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ശരിയായ രൂപത്തിൽ വിശകലനം ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുത്ത് നടത്തിയത്. ഒന്ന്, അക്രമത്തെക്കുറിച്ച്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക, വൺ തിങ്. ആസൂത്രിതമായിട്ട് കൊലപാതകങ്ങൾ നടത്തുക, അത് ഷുഹൈബിൻ്റെ ആണെങ്കിലും ശരത് ലാലിൻ്റെ ആണെങ്കിലും കൃപേഷിൻ്റെ ആണെങ്കിലും ആ കൊലപാതകങ്ങൾ ഒരു സംഘടനത്തിലുണ്ടായ കൊലപാതകങ്ങളല്ല. ആസൂത്രിതമായിട്ട് അവരെ കൊല്ലാൻ വേണ്ടി രാത്രിയിൽ ആയുധം നൽകി ആളുകളെ, പ്രത്യേകിച്ച് വാടക കൊലയാളികൾ എടുത്തുകൊണ്ടാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ തന്നെയാണ് ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയത്. അത്തരം കേസുകളിൽ ഗവൺമെന്റ് എവിടെയാണ് നിൽക്കേണ്ടത്? അത്തരം കേസുകളിൽ ഗവൺമെന്റ് നിൽക്കേണ്ടത് വാദി ഭാഗത്താണ്, കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ഭാഗത്താണ് ഗവൺമെന്റ് നിൽക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, 1ഉം 2ഉം പിണറായി ഗവൺമെന്റുകൾ പ്രതികളുടെ ഭാഗത്താണ് നിലപാട് സ്വീകരിച്ചത്. പബ്ലിക് മണി, ജനങ്ങളുടെ നികുതി പണം ഇത്തരത്തിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ കേസുകൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബക്കാരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയപ്പോൾ സർക്കാർ സത്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അന്വേഷിച്ചോട്ടെ, മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അങ്ങനെ സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടും, തങ്ങളുടെ പാർട്ടി സഹാക്കൾ പിടിക്കപ്പെടും, കൊലപാതക കേസുകളിലും ഗൂഢാലോചന കേസുകളിലും പിടിക്കപ്പെടും എന്ന് കണ്ടിട്ടാണ് ഗവൺമെന്റ് നികുതി പണം, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതികൾക്ക് സംരക്ഷണ കവചമൊരുക്കിയത്. അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു.